ഇന്ന് നമുക്ക് നല്ല സദ്യ സ്റ്റൈൽ അല്ലെങ്കിൽ കല്യാണ വീട്ടിലുണ്ടാവുന്ന പോലത്തെ സാമ്പാർ ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇത് എൻ്റെ റെസിപ്പിയല്ല, അമ്മയാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചുവന്ന പരിപ്പ് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സാമ്പാറിൻ്റെ പരിപ്പായാലും ഉപയോഗിക്കാം. അപ്പോൾ കഷ്ണങ്ങളാക്കി നുറുക്കിയ ഉരുളക്കിഴങ്ങും ക്യാരറ്റും പച്ചക്കായും ഇട്ടതിന് ശേഷം ഒരു ഉള്ളിയും ഒരു തക്കാളിയും 2 പച്ചമുളകും പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 വിസിൽ അടിച്ചെടുക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് സാമ്പാറിൻ്റെ മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീൻചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ മല്ലിയും 12 വെളുത്തുള്ളിയും 4-5 ചെറിയുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും 5 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. വലിയൊരു കപ്പ് തേങ്ങ എടുക്കുന്നത്. തേങ്ങ ഇട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്ന വരെ സോട്ട് ചെയ്തെടുക്കണം. കരിഞ്ഞു പോകാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഒരു 4 ഗ്രാമ്പു ഒരു കഷ്ണം പട്ടയും കൂടി ഇട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്ന വരെ വറുത്തെടുക്കുക. ഒരു കളറായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് എന്നിട്ട് അതിന് ശേഷം കുറച്ച് കായം പൊടിച്ചതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യാനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്ത് തണിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അധികം വേവില്ലാത്ത മുരിങ്ങാക്കായും വെണ്ടയ്ക്കയും വഴുതനങ്ങയും വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് പുളിവെള്ളവും ഉപ്പും മഞ്ഞൾ പൊടിയും കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളെ പരിപ്പും ആദ്യമായിട്ട് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ വേവിച്ച് വെച്ച പച്ചക്കറിയും കൂടി ഇട്ട് അരച്ച് വെച്ച അരപ്പും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് പുളിവെള്ളം പോരെങ്കിൽ പുളിവെള്ളവും കുറച്ച് ഒഴിച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് പിന്നെ ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഒരു ചെറിയൊരു പീസ് വെല്ലവും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഉണക്കമുളകും കൂടി പൊട്ടിച്ചിട്ട് അതൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ അത് ഈ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല സദ്യ സ്റ്റൈൽ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.